ഒരു ബോട്ട് യാത്ര ഗോവയിൽ വന്നിട്ട് ഒന്നും കണ്ടില്ല. ഒറ്റയ്ക്ക് പോവാം. ആ ചേട്ടാ, വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വള്ളം തുഴഞ്ഞു വരികയാണ്. ചേട്ടന് സ്വന്തമായിട്ടുള്ളത് വള്ളമാണ്. വള്ളത്തിൽ ഭാര്യ ഇരുത്തി വാങ്ങേണ്ട പച്ചക്കറികളൊക്കെ വാങ്ങി ജോലിയും കഴിഞ്ഞ് അവർ വള്ളത്തിൽ സ്വന്തമായിട്ട് വള്ളത്തിൽ തുഴഞ്ഞു പോവുകയാണ്. ഈ യാത്ര എങ്ങോട്ടെന്ന് അറിയാമോ? കുക്കുംബർ സിറ്റിയിലേക്ക്. കായലിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കായലും കടലും ഒത്തുചേർന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിൽ കേൾക്കുമ്പോൾ മലയാളിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. ഗഫൂർ കാ ദോസ്ത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. എന്തായാലും ശരി, നമുക്ക് കടലൊന്ന് കണ്ടുവരാം. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. പക്ഷെ ഞങ്ങൾ പറയുന്നതിൽ കള്ളത്തരവും പൊള്ളത്തരവും ഒന്നുമില്ല. കാരണം ഞാൻ നിൽക്കുന്നത് കുക്കുംബർ സിറ്റിയിലാണ്. ഇത് കുക്കുംബർ സിറ്റി ആണെന്ന് വെച്ചാൽ അല്ല. ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിൽക്കുന്നത് എല്ലായിടവും കുക്കുംബർ സിറ്റിയാണ്. അവിടെ എന്ത് സംഭവിക്കും. വെള്ളരിക്ക പട്ടണം പിന്നെ അല്ല. വലത് കാല് വെച്ച് ഞാൻ ഈ ബോട്ടിൽ കയറുന്നു. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ സസ്പെൻസ് വേണ്ട. ഇത് പൂവാറാണ്. പൂവാറിൽ ക്ലബ് മഹേന്ദ്രയുടെ ഹോട്ടലിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടുത്തെ ഗസ്റ്റുകൾക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ബോട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് അങ്ങോട്ട് വന്നിരിക്കുന്നതായിരിക്കും അല്ലേ? ശരി, ഓക്കെ. എൻ്റെ പേര് ചന്ദ്രൻ. പിന്നല്ല, കുക്കുംബർ സിറ്റി അവതരിപ്പിക്കുന്നത് എന്നെ അറിഞ്ഞോടെന്ന് പറഞ്ഞാൽ വെള്ളരിക്ക പട്ടണം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ കരയിലായിരുന്നല്ലോ. പിന്നെ കടലൊക്കെ പോയി കണ്ട് കായലിലൂടെ ഒരു സഞ്ചാരമൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ക്ലബ് മഹേന്ദ്രയിലേക്ക് പോകാൻ, ഗസ്റ്റുകൾക്ക് പോകാൻ വേണ്ടി ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സൈറസ് ആണ് ബോട്ട് ഓടിക്കുന്നത്. സൈറസിന്റെ നേതൃത്വത്തിൽ ഞാൻ ഈ പരിസരങ്ങളൊക്കെ ഒന്ന് കണ്ടു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ നല്ല ഫുഡ് കിട്ടുന്നത് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി ഇവിടെ നിന്ന് കടൽ കാണാം, കായൽ കാണാം, നല്ല ഭക്ഷണം കഴിക്കാം. അപ്പോൾ എന്തായാലും ഇതാ ക്ലബ് മഹേന്ദ്രയുടെ ആൾക്കാർ നമ്മളെ കാത്തു നിൽക്കുക. സാർ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ട്രിപ്പൊക്കെ ഗംഭീരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം വരെ ഇവിടെ നല്ല ഫുഡ് മാത്രം കിട്ടുമായിരുന്നു. പക്ഷെ ഫുഡ് മാത്രം നല്ല രുചിയുള്ള ഫുഡ് മാത്രമല്ല, കടൽ കാണാം, കായൽ കാണാം. അപ്പോൾ തീർച്ചയായും പൂവാറിൽ വന്നു കഴിഞ്ഞാൽ നേരെ ക്ലബ് മഹേന്ദ്രയിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ സോജി ഷെഫ് അവിടെ ഉണ്ടാവും അല്ലേ? ഞാൻ അപ്പോൾ ബാക്കി ഡിഷ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പരിചയപ്പെടുത്തി. താങ്ക് യു. നമസ്കാരം. കുക്കുംബർ സിറ്റിയിലേക്ക് സ്വാഗതം. ഷെഫാണ് ആദ്യം പറഞ്ഞ, ഞാൻ ആദ്യം പറഞ്ഞ സ്വാഗതം. ആദ്യം ഷെഫ് പറഞ്ഞു സ്വാഗതം പറഞ്ഞു. കുക്കുംബർ സിറ്റിയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ എന്തായാലും കുക്കുംബർ സിറ്റിയിലേക്കുള്ള സ്വാഗതം കഴിഞ്ഞ് ഇനി ഞാൻ കൃതജ്ഞത പറഞ്ഞിട്ടുണ്ടോ? പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ചില ചടങ്ങുകൂടി ബാക്കിയുണ്ട്. എന്താണ് ആ ചടങ്ങ്? ഓക്കെ, അധ്യക്ഷന് നമുക്ക് കഴിഞ്ഞ കാലങ്ങളൊക്കെ കാണിച്ചതുപോലെയുള്ള ഒരു വ്യത്യസ്തമായ രൂപവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാം ഷാങ്ക് കൊണ്ടിട്ടുള്ള ഒരു വിഭവം. ലാം ഷാങ്ക് എന്ന് പറയുമ്പോൾ
അതായത് കുഞ്ഞ് ആടിന്റെ മുട്ടിന് താഴോട്ടുള്ള ആ ഒരു പാട്ടാണിത്. അതായത് മുട്ടുകാൽ വലി ഒടിച്ച ആട്. കുഞ്ഞാടിന്റെ ലാമ്പന്നരം കുച്ചനെയാണ്. അപ്പൊ ആ കുഞ്ഞാടിന്റെ മുട്ടുകാൽ വലി ഒടിച്ച സാധനമാണ് ഇത്. അതെ, അതുകൊണ്ട് ഉള്ള ഒരു മലബാർ ലാംബ് ഷാങ്ക്. അപ്പൊ ഇന്നത്തെ വിഭവം ഇതാണ് ലാംബ് ഷാങ്ക് മലബാർ ലാംബ് ഷാങ്ക്സ് മലബാർ ലാംബ് ഷാങ്ക്സ്. ഓക്കെ, മലബാർ ലാംബ് ഷാങ്ക്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ശരി, നമ്മള് ഇപ്പൊ തുടങ്ങാനല്ലേ? എന്തൊക്കെയാണ് ഇതിന്റെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്? ലാംബ് ഷാങ്ക്സ് ആൾറെഡി ലാമ്പ് കൂടുതൽ സമയം എടുക്കും കുക്ക് ചെയ്യാൻ. അതായത് നമ്മൾ ആൾറെഡി കുറച്ച് മസാല, നമ്മൾ നോർമൽ ഇന്ത്യൻ മസാല അല്ല, അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ലാംബ് ഷാങ്ക് എടുത്തിട്ട്, അതായത് നമ്മുടെ ആടിന്റെ മുട്ടുകാലിന്റെ താഴെയുള്ള പോർഷനിൽ കണങ്കാലാണ്, അത് മുട്ടിന്റെ താപ്പുള്ള ഭാഗം. ഓക്കെ, അത് എടുത്തിട്ട് കുറച്ച് മാറ്റിട്ടുണ്ടല്ലോ. മീറ്റ് കുറച്ച് പുള്ളി ചെയ്ത് സ്റ്റൈൽ വെച്ചിരിക്കണം. ശരി, അപ്പൊ അങ്ങനെ ആക്കിയതിനു ശേഷം അതിലേക്ക് ചേർക്കേണ്ട മിശ്രിതങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ എല്ലാ ഇന്ത്യൻ സ്പൈസ്, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇട്ട് നമ്മൾ ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് ഇത് ഇട്ട് ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് സംഭവമാണ്. അതാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഒരു മസാല, ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധാരണ പോലെ ചോപ്ഡ് ഓണിയൻ വേണം, സ്ലൈസ്ഡ് ഷാലറ്റ്സ് ഉണ്ട്, മസ്റ്റേർഡ് സീഡ്, കറി ലീഫ്, ജിഞ്ചർ ജൂലിയൻ, ചോപ്പ് ടൊമാറ്റോ, ചോപ്പ് ചില്ലി. ഈ ജിഞ്ചർ ജൂലിയൻ പേടിക്കരുത്, ഇത് ഇഞ്ചി നീളത്തിലാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് ജൂലിയൻ കട്ട്സ് ആണ് ജൂലിയൻ കട്ട് പറയുന്നത്. അപ്പൊ അതാണല്ലേ പേടിച്ചത്, ജിഞ്ചർ കിട്ടി ജൂലിയൻ എവിടെ കിട്ടുന്നത്? കാലം കുറെ ആയാലും ഇതുവരെ ഈ കട്ട്സ് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പറഞ്ഞു കൊടുക്കുകയല്ലേ. എനിക്കിത് അറിഞ്ഞുകൊണ്ടാണ് പക്ഷെ വിചാരിച്ചിരിക്കുന്നത്. അറിയില്ലല്ലേ? അറിയില്ല. ശരി, തീ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് തീ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് അറിയാവുന്നു, പാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, തേങ്ങയെണ്ണ, എല്ലാവരും കോക്കനട്ട് ഓയിലൊക്കെ വളരെ കുറച്ച് ഇടകാലത്ത് യൂസ് ചെയ്തൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും മാറി വരുവാണ്. കോക്കനട്ടിന്റെ വളരെ ഹിഡൻ യൂസുകൾ, അതായത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരുപാട്. മാത്രമല്ല മറ്റ് ആൾക്കാർ നമ്മുടെ ഇതിനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് ചില പരസ്യങ്ങളിലൂടെ തെറ്റിദ്ധരിക്കുക. നമ്മുടെ ആ ഒരു ഇതിനെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്. ഒരുപാട് കാലം ഒന്നും അങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. സത്യം മൂടുപടം നീക്കി പുറത്തു വരും എപ്പോഴായാലും ഓർത്തോ. മലബാർ ലാംബ് ഷാങ്ക് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുഞ്ഞാടിന്റെ മുട്ടുകാർ വലിയ ഒടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഡ്രം സ്റ്റിക്കിന്റെ രൂപത്തിലാക്കി വെച്ചിരിക്കണം. അതിന് നമ്മൾ നമ്മുടെ സാധാരണ മസാലകൾ ചേർത്ത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് മാറ്റി വെച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മസ്റ്റർഡ് ഇടാൻ പോവുകയാണ്. അതായത് നമ്മുടെ കടുക് എവിടെ ആയിരുന്നു ഇന്നലെ ചോദിച്ചോണ്ടിരുന്നത്? അതെ, തീർച്ചയായിട്ടും എന്റെ ചോദ്യത്തിന് അർത്ഥമുണ്ടായി, ഫലമുണ്ടായി. കടുകിൽ തുടങ്ങാം. കടുകിടുന്നു. അത് പൊട്ടിത്തെറിക്കാറായില്ല, കുറച്ചുകൂടി ചൂടാവാനുണ്ടായിരുന്നു. കടുക് പൊട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിലേക്ക് കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പിലക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ വേറെ എന്താ പറയുന്നത്? വേപ്പില എന്ന് പറയല്ലേ? കറിവേപ്പില അല്ല, കരിയാപ്പില, വേപ്പില, പിന്നെ ചില സ്ഥലങ്ങളിൽ കറി ലീഫ് എന്ന് പറയാറുണ്ട്. അപ്പൊ ആദ്യം നമ്മളൊന്ന് കടുക് വറുത്തെടുക്കുക എന്നുള്ളതാണല്ലേ സാധാരണ നമ്മൾ വിചാരിക്കുമ്പോൾ. ഇനിയിപ്പോ ജൂലിയൻ കട്ട്സ്, നമ്മുടെ ജിഞ്ചർ, ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ഇടുകയാണ്. അപ്പൊ അതോടൊന്ന് വേഗത്തിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്തേക്കുന്ന ഷാലറ്റ് ഇടുന്നു. അതിലേക്ക് നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ടു. ഇഞ്ചിയും കറിവേപ്പിലയും ഉള്ളിയും കൂടി ഇപ്പൊ നമ്മള് വലിയ സവോള ചോപ്പ് ചെയ്ത് അത് ചെറു കുഞ്ഞായിട്ട് അരിഞ്ഞത് അത് വിട്ട് കഴിഞ്ഞു. ഇതിന്റെ എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിളച്ച് വരുമ്പോൾ ഒരു മണമുണ്ട്. അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളിക്ക് ആഡ് ചെയ്യണം.
എന്നിട്ട് ചില്ലി ഉണ്ട്, നമ്മുടെ ബാക്കി ഇന്ത്യൻ നമ്മുടെ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ മസാലകൾ ആഡ് ചെയ്യണം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനൊരു മസാല ഗ്രേവി ഉണ്ടാക്കിയതിനു ശേഷം കുക്ക് ചെയ്ത് വെച്ച ലാം ഷാക്ക് ഇതിലേക്ക് ഇട്ട് നമ്മൾ. അപ്പൊ ഇത് ഇത്രയും റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇതിപ്പോ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കൂടുതൽ സംഭവം വേണ്ട കൂടുതൽ കാര്യം നമുക്ക് മസാല മാത്രം റെഡിയായി മാത്രം മതി. നമ്മുടെ ഈ കൂട്ടുകൾ, അതായത് നമ്മൾ കടുക് വറുത്തത്, അതായത് നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു, വലിയ ഉള്ളി അരിഞ്ഞിട്ടു, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നോക്കി. അത് വെയിറ്റ് ചെയ്തു. ഇപ്പൊ അത് കറക്റ്റ് നല്ല ഭംഗിയായിട്ട് കുക്ക് ആയതിനു ശേഷം അത് മറ്റേ മസാല ആഡ് ചെയ്യാം. അതാണ് നമുക്കൊരു സ്മൂത്തുള്ള ഗ്രേവി കിട്ടും. ശരി, അപ്പൊ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ നമുക്കുള്ള നമ്മുടെ മസാലകൾ തന്നെയാണ്. നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ആദ്യം അതിടാം. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കൂടുതലുണ്ടോ? ഇരിക്കട്ടെ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നോക്കിയല്ല എഴുതിയെടുത്തുള്ള അമ്മേ ശ്രദ്ധിച്ചോളെ. എവിടെ ഈ ഒരു കാര്യം പറയുമ്പോൾ എവിടെയാ തിരിഞ്ഞു പോകുന്നത്? ശ്രദ്ധിച്ചെഴുതു. നല്ല ഭംഗിയായിട്ട് ആ മഞ്ഞ പൊടി നല്ല വഴണ്ട് ആ ഒരു മണം നമ്മളുടെ ശരിയാണ്. നാസരന്ധ്രങ്ങൾ തുറച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറുകയാണ്. മല്ലിപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. മുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് കുരുമുളകിന്റെ പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിന്റെ പൊടി. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം മസാല. വളരെ നന്നായിട്ട് നമുക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് പകരം നമ്മളിപ്പോ ചിക്കന്റെ പീസ് ഇട്ട, പക്ഷേ ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോ അല്ലേ? ചിക്കന്റെ പീസിന്റെ ടേസ്റ്റ് മാറും. ചിക്കൻ ചെയ്യാം നമുക്ക്. ചെയ്യാം. പക്ഷേ ലാമ്പിനോ അല്ലെങ്കിൽ ആ മട്ടനോ അതിന്റെ വേറെ ടേസ്റ്റ് അല്ലേ? പ്രത്യേകിച്ച് വടക്കൻ മലബാർ ലാം ഷാങ്ഹായ് അല്ല, ഷാങ്ഹായ് ചൈനയിലാണ്. മലബാർ ലാം ഷാങ്സ്. ഓക്കെ, ഇതിൽ നമുക്ക് ചോപ്പ് ടൊമാറ്റോ അറിയാം. ഓക്കെ, ഇനിയാണ് നമ്മൾ കുറച്ച് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ഇട്ട് കഴിഞ്ഞ അദ്ദേഹം നമ്മൾ ഇതൊക്കെ കണ്ടുവച്ചിരുന്ന ഒരു ഗുണം വെച്ചാൽ അത്യാവശ്യം സമയങ്ങൾ കിട്ടുന്ന സമയത്തൊക്കെ ഇതൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിരിക്കണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ധാരാളം ഷോസിലൂടെയൊക്കെ ഷെഫ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സാഹോദരിമാർ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്ത് ഇതുപോലെ പ്രോഗ്രാംസ് കാണുകയും സമയമില്ലാത്തവർ സമയം ഉണ്ടാക്കി കാണുന്നു. ഇപ്പൊ ഒരുപാട് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്നു. ഈ ആഴ്ച മുതൽ 8 മണി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സമയമായി പോയി. എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ ഞങ്ങൾ കുക്കുംബർ സിറ്റി വരെ പോകും. പറയാൻ ഒരു കാര്യമുണ്ടല്ലോ, കാരണം എവിടെ പോകുന്നു പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എവിടെ പോകുന്നു? നമ്മുടെ കുക്കുംബർ സിറ്റി വരെ പോകും. നമ്മുടെ കണ്ണൂർ സീരിയലിലേക്ക് മാറ്റി വെച്ചിട്ട് നല്ല ഉപകാരപ്രദമായി ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. സീരിയലിലൊക്കെ കണ്ട് മനുഷ്യന്റെ ആരോഗ്യം നശിപ്പിക്കാൻ അല്ലേ? ശരിയല്ലേ? നമ്മൾ തന്നെ നമുക്ക് പാരായി അല്ല അല്ലെ തന്നെ പലപ്പോഴും ഈ സീരിയൽ കാണുമ്പോഴേ എന്തെങ്കിലും തോന്നാറുണ്ടോ? എനിക്ക് പ്രത്യേകം തോന്നാറില്ല. എനിക്ക് അല്ല, സീരിയലിലൊക്കെ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ അതില്ലല്ലോ. സിനിമ ഈ മലയാളം ശ്രേഷ്ഠമായ ശേഷം ഭയങ്കര പ്രശ്നമാണ്. അത് ഞാൻ ദിവസം പറഞ്ഞത്, മലയാളം ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചതിന് ശേഷമാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സിനിമകൾ ഇറങ്ങിയത്. അതൊക്കെ നമ്മൾ തമിഴ്നാട്ടുകാരെ അംഗീകരിക്കേണ്ടിരിക്കുന്നു അല്ലേ? അറിയാം, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ സിനിമകളും തമിഴ് പേരാണ് അവരുടെ. നമ്മളെന്താണ് മലയാളികൾ എന്നും അനുകരിക്കാൻ മിടുക്കരാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അത് അനുകരിക്കുക. നമ്മൾ സിനിമ എടുക്കുന്നു, നമ്മൾ ഹോളിവുഡിലൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് എടുത്ത് ഒന്ന് പേരൊക്കെ മാറ്റി 2 ആക്ടേഴ്സിനെയൊക്കെ മാറ്റി ഇവിടെ പിടിക്കുക. ഞാൻ ഷിപ്പിൽ കുറച്ചുണ്ടായിരുന്നല്ലേ? ഷിപ്പിൽ ഞാൻ കുറച്ച് നാളുണ്ടായിരുന്നു. ഞാൻ ആദ്യം ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്തത്. ആദ്യം അതായത് കോഴ്സ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ഒബ്രോയിൽ ജോയിൻ ചെയ്തു. ഒബ്രോയിൽ നിന്ന് നേരെ ഞാൻ അമേരിക്കൻ ഒരു ക്രൂസ് ലൈനിലേക്ക്